ഇപ്പോൾ ഇനി കോൺഗ്രസിന് എത്രത്തോളം തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതും ഒരു ഏറ്റവും ശ്രദ്ധേയം അല്ലെങ്കിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഹരിയാനയെ സംബന്ധിച്ച് അവിടെ വ്യക്തമായ ലീഡിലേക്ക് ഇപ്പോൾ BJP എത്തിയിരിക്കുന്നു. 50 സീറ്റുകൾ BJP മുന്നിൽ നിൽക്കുന്നു. 35 സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് നില താഴുന്നു. 45ഓളം സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിൽ നിന്ന ശേഷമാണ് കോൺഗ്രസ് 35 സീറ്റുകളിലേക്ക് ഇടിഞ്ഞ് താഴേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയതെങ്കിൽ ഇത്തവണ അതിലും താഴേക്ക് കോൺഗ്രസ് പോകുമോ എന്നുള്ളത് തന്നെയാണ്. ഇത്രയും അനുകൂലമായ വിഷയങ്ങൾ അടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസിന് അവിടെ അധികാരം കിട്ടിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതും ഇനി ഉയരാൻ പോകുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം മുൻ മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയും അതുപോലെ തന്നെ കുമാരി ഷെൽജയും മുതിർന്ന നേതാക്കളായ കുമാരി ഷെൽജയും തമ്മിലുള്ള ആ ഒരു പോര് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് തിരിച്ചടി ആയിട്ടുണ്ടോ എന്നുള്ളതും ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാകും മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലിയൊക്കെ വലിയ തർക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലൊക്കെ അവിടെ നടന്നത്. ഏതായാലും അതൊക്കെ കോൺഗ്രസ് ക്യാമ്പിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 50 സീറ്റുകൾ എന്ന ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തിയിരിക്കുന്നു. ഹരിയാനയിൽ 35 സീറ്റുകളിലേക്ക് കോൺഗ്രസ് താഴ്ന്നിരിക്കുന്നു. 2 സീറ്റുകളിൽ INLD, 3 സീറ്റുകളിൽ JJPയും അവിടെ മുന്നോട്ട് നിൽക്കുമ്പോൾ BJP ജമ്മു ആൻഡ് കാശ്മീരിൽ BJP ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 25 സീറ്റുകളിലേക്ക് ഇപ്പോൾ BJP ഉയരുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് ഒരു സീറ്റിൽ ഇപ്പോൾ ലീഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. 49ൽ നിന്ന് 48ആയി ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെ സീറ്റിലെ ലീഡ് നില ഇപ്പോൾ മാറുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. 51 സീറ്റുകളിലേക്ക് ഹരിയാനയിൽ BJP ലീഡ് ഉയർത്തുന്നു. 51 സീറ്റുകളിൽ ഇപ്പോൾ BJP ഹരിയാനയിൽ മുന്നിലേക്ക് എത്തുന്നു. 34 സീറ്റുകളാണ് കോൺഗ്രസിന് അവിടെ ലീഡ് ഉയർത്താൻ അവിടെ ഒരു സീറ്റിൽ ലീഡ് കോൺഗ്രസിന് ഇപ്പോൾ നഷ്ടപ്പെടുന്നു. 51, 34 എന്ന നിലയിലേക്ക് ഹരിയാനയിൽ ഫലം മാറുന്നു. BJP അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക്, വ്യക്തമായ ലീഡിലേക്ക് ഇപ്പോൾ മാറുന്നു. മൂന്നാം തവണയും ഹരിയാനയിൽ താമര തന്നെ വിരിയുന്നു എന്നുള്ള സൂചനകളാണ് ആദ്യഘട്ട വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സമയം 10:15 ഉള്ളത്. 8 മണിയോട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ വ്യക്തമായ ലീഡ് കോൺഗ്രസിനുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ നമ്മൾ കണ്ടതാണ്, വലിയ ആഘോഷമാണ് കോൺഗ്രസിന്റെ